വാമനപുരം ബസ് റൂട്ട് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജഗത്തിന് ടോപ്പ് സിംഗർ. തകർത്ത് വാരി. ഞാൻ പറഞ്ഞ പോലെ മൗനം ചെയ്തോ. അവനെ കൊണ്ട് പറ്റാത്ത ഒരേ ഒരു കാര്യം അതാണ്. സോനു ശിശുപാലിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് താരം മനോഹർ. മൗനത്തിനൊരു പവർ ഉണ്ട്. എങ്ങനെ പവറാ? നമുക്ക് ഓറ കൂടുന്നൊക്കെ പറയണം. റീൽസിൽ കണ്ടിട്ട് പറയുന്നതല്ലേ. എങ്ങനെ മനസ്സിലായി? ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് സാംസോണി എന്ന ടോപ്പ് സിംഗർ. ദേവാങ്കണത്തിലും ഈ പാതിമയിലും ഒരു വാക്ക് കൈതപ്രം സാറ് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ താരങ്ങളും വിധികർത്താക്കളും തമ്മിലുള്ള രസനിമിഷങ്ങളാണ് വേദിയെ കൂടുതൽ. ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് എന്റെ അമ്മേനെ ഇങ്ങനെ ആലോചിക്കാറ്. മുടി മുറിക്കാൻ കൊണ്ടുപോയത്, പുതിയ ഉടുപ്പിട്ട് തരുന്നത്, കുളിപ്പിക്കുന്നത്. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് റൈഗക്കുട്ടി എന്ന മ്യൂസിക്കിന് മാജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കും. ரொம்ப அழகா பாடு. Calmness was very nice. ഇത് പാടിയിട്ട് എനിക്ക് ഓൾ തമിഴ്നാട് ഫസ്റ്റ് പ്രൈസ് ഈ പറക്കും തളിക എന്ന ചിത്രത്തിൽ KJ യേശുദാസും KS ചിത്രം ചേർന്നാലപിച്ച ഗാനവുമായാണ് റയാൻകുട്ടൻ എന്ന് റിയാൻകുട്ടാ, എന്തോ നീ അങ്ങനെ തുടങ്ങിക്കോടാ. ഞാൻ ഇത് കഴിഞ്ഞാൽ റിയാൻകുട്ടനെ എന്റെ കൂടെ കൂട്ടും കേട്ടോ. ഇവിടെ അസിസ്റ്റന്റ് പിന്നെ സംശയം വളരെ വളരെ നന്നായിട്ട് പാടി. ഇടയ്ക്ക് ഞാൻ പോലീസുകാരനാണെന്നുള്ള കാര്യം വരെ മറന്നുപോയി. അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനവുമായാണ് ജിദ്ദക്കുട്ടി എന്ന് നന്നായിരുന്നു. എന്തെങ്കിലും തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പോരെ പോരെ. അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവകാമിക്കുട്ടി എന്ന് ടോപ്പ് സിംഗർ. അങ്ങനെ സ്റ്റേജ് മര്യാദയ്ക്ക് തൂക്കിക്കൊണ്ട കേട്ടോ. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഗാനമാണ് കളൊക്കെ വെടിച്ചില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് ആ വോയിസിന്റെ പവറാ. ഇത് അവതാർ 3.0 ആണെന്ന് തോന്നുന്നു. സെൻട്രൽ ടോക്കീസ് എന്ന ചിത്രത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് ദ്യുതിക്കുട്ടി എന്ന്. കൃഷ്ണാട്ടൻ നല്ല രസമാണ് കാണാൻ. പാട്ടിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ദ്യുതിക്കുട്ടി താരങ്ങളുടെ മനോഹര ആലാപനങ്ങളും മനോഹര പ്രകടനങ്ങളും കാണാൻ നന്നായിട്ട് പാടിയല്ല. ഒരു പുഷ്പം മാത്രമേ